ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ C++ലെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം C++ലെ 5 ടോക്കൺസ്: കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഇതിലെ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു, പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയതാണ്. ഓപ്പറേറ്റേഴ്സിൽ യൂണറി ഓപ്പറേറ്ററിനെ കുറിച്ചും ബൈനറി ഓപ്പറേറ്ററിനെ കുറിച്ചും ടെർണറി ഓപ്പറേറ്ററിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഇന്ന് നമ്മൾ ഓപ്പറേറ്റർ കാറ്റഗറീസ്, ഏതൊക്കെ കാറ്റഗറീസിലുള്ള ഓപ്പറേറ്റേഴ്സാണ് പ്രധാനമായും C++ പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഓപ്പറേറ്ററാണ് അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റർ. നമുക്കറിയാം 4 അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ സാധാരണ 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ സിലബസിൽ മാത്സിൽ നമ്മൾ പഠിച്ചതാണ്. അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇവിടെ C++ൽ 5 അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അഡീഷൻ പ്ലസ്, സബ്ട്രാക്ഷന് മൈനസ്, മൾട്ടിപ്ലിക്കേഷന് ആസ്റ്ററിസ്ക് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന, സാധാരണ സ്റ്റാർ എന്ന് പറയും, ആസ്റ്ററിസ്ക്. അതുപോലെ ഡിവിഷന് സ്ലാഷ്, പിന്നെ ഒന്നുകൂടിയുണ്ട് മോഡുലസിന് ഒരു പെർസെൻറ്റേജ് സിമ്പിൾ. അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലാത്ത ഓപ്പറേറ്റേഴ്സാണ് അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇത് ബൈനറി ഓപ്പറേറ്ററാണ്. ബൈനറി ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത 2 ഓപ്പറാൻഡ്സ് ഉണ്ടായിരിക്കും അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്ററിൽ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് 2 + 3. 2 + 3 എന്നതിൽ 2 and 3 are operands, plus is an operator. So 2 and 3 2 operands ഉള്ളത് കൊണ്ട് അതൊരു അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്ററാണ്. വാട്ട് അബൌട്ട് റിലേഷണൽ ഓപ്പറേറ്റർ? റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകതയും ഇത് തന്നെയാണ്. റിലേഷണൽ ഓപ്പറേറ്ററും ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? ബൈനറി ഓപ്പറേറ്ററിൽ പെടുന്നതാണ്. 2 ഓപ്പറാൻഡ്സ് ഉപയോഗിച്ചു കൊണ്ടുള്ള ഓപ്പറേറ്റേഴ്സാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. പക്ഷേ മറ്റൊരു പ്രത്യേകതയുള്ളത്, റിലേഷണൽ ഓപ്പറേറ്റർ ദേ പ്രൊഡ്യൂസ് ഓൺലി ട്രൂ ഓർ ഫോൾസ്. വെൻ യു ആർ എക്സിക്യൂട്ടിംഗ് റിലേഷണൽ ഓപ്പറേറ്റർ ഇറ്റ് പ്രൊഡ്യൂസസ് either true or false. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 < 3. ഏതൊക്കെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു. ഈക്വൽ ടു എന്നുള്ളത് ശ്രദ്ധിക്കുക, 2 ഈക്വൽ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നോട്ട് ഈക്വൽ ടു, എക്സ്ക്ലമേഷനും ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അത് നോട്ട് ഈക്വൽ ടു ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 < 3. ഞാൻ ലെസ് ദാൻ എന്നുള്ള ഓപ്പറേറ്റർ ഉപയോഗിച്ചു. 2 < 3. അവിടെ 2 ഓപ്പറാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ബൈനറി ഓപ്പറേറ്ററാണ്. സോ 2 < 3 എന്താണ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ട്രൂ എന്നാണ്. 2 എന്നുള്ളത് 3യേക്കാൾ ചെറുതാണ്. 2 < 3. സോ ഇറ്റ് പ്രൊഡ്യൂസസ് ട്രൂ. അതേസമയത്ത് 2 > 3 എന്നാണെങ്കിലോ അതും ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സ്പ്രഷനാണ്. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഫോൾസ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ന്യൂമറിക് വാല്യൂ ആയിരിക്കും. എക്സാമ്പിൾ 2 + 3. 2 + 3 എന്നുള്ളത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? 5 എന്നാണ്. അതൊരു നമ്പറാണ്, ഒരു ന്യൂമറിക് വാല്യൂ ആണ്. അപ്പോൾ അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്ററിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂമറിക് വാല്യൂ ആണെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്ററിൽ നിന്നും ലോജിക്കൽ ഓപ്പറേറ്ററിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആണ്. ബൂളിയൻ വാല്യൂ മീൻസ് either ട്രൂ ഓർ ഫോൾസ്. ബൂളിയൻ വാല്യൂ. സോ റിലേഷണൽ ഓപ്പറേറ്ററിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൂളിയൻ വാല്യൂസ് ആയ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നായിരിക്കും. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഈ പറയുന്ന ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഈക്വൽ ടു, ഇത്രയും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഒരു ബൈനറി ഓപ്പറേറ്ററാണ്. ഇനി നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലേക്ക് പോവാണ്. ഏതൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? ഈ സിമ്പിൾ എന്ന് നോക്കുക. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ, ഇതാണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. 2 ആംപർസൻഡ് സിമ്പിൾ ഉപയോഗിക്കുന്നു. ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ, 2 വെർട്ടിക്കൽ ലൈൻസ് ഉപയോഗിക്കുന്നു. ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്ററാണ്. ഈ 3 ഓപ്പറേറ്റേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആണ്. either ട്രൂ
ഓർ ഫോൾസ്. ഇനി ഇതിൻ്റെ പ്രത്യേകത ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററും ലോജിക്കൽ ഓർ ഓപ്പറേറ്ററും ബൈനറി ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ ഒരു യൂണറി ഓപ്പറേറ്ററാണ്. ഒരു ഓപ്പറാൻഡ് മാത്രം ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. അതേസമയം ലോജിക്കൽ ആൻഡും ലോജിക്കൽ ഓർ ഓപ്പറേറ്റേഴ്സ് രണ്ടും ബൈനറി ഓപ്പറേറ്റർ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇനി ടൈപ്പ് കൺവേർഷൻ. എന്താണ് ടൈപ്പ് കൺവേർഷൻ? By the name itself, it converts the data type from one to another. Conversion means converting one data type to another data type. ഒരു ഡാറ്റാ ടൈപ്പിനെ മറ്റൊരു ഡാറ്റാ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യും. എത്ര തരത്തിലുള്ള ടൈപ്പ് കൺവേർഷൻസ് ഉണ്ട്? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ or type promotion. Another name for implicit type conversion is type promotion. അതുപോലെ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ്റെ മറ്റൊരു പേര് ടൈപ്പ് കാസ്റ്റിംഗ്. അപ്പോൾ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ചില വർഷങ്ങളിൽ ചോദിച്ചു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടൈപ്പ് പ്രൊമോഷൻ ആൻഡ് ടൈപ്പ് കാസ്റ്റിംഗ്. രണ്ട് ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരമാണ്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ കൺവേർട്സ് വൺ ഡാറ്റാ ടൈപ്പ് to another data type by the compiler itself. കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലോവർ ഡാറ്റ ടൈപ്പിനെ ഒരു ഹയർ ഡാറ്റ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് യൂസർ അറിയുക കൂടി ചെയ്യില്ല, അത് ആര് തന്നെ ചെയ്തോളും, അത് കമ്പൈലർ തന്നെ ചെയ്തോളും. നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കുക. സപ്പോസ് എക്സ് ഈസ് എൻ ഇൻറ്റിജർ ആൻഡ് വൈ ഈസ് ലോങ്. എക്സ് ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്, വൈ ഒരു ലോങ് ഡാറ്റ ടൈപ്പാണ്. ആൻഡ് വി വാണ്ട് ടു ആഡ് ദീസ് ടു വേരിയബിൾസ്. എക്സ് പ്ലസ് വൈ കാണണം. എക്സ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്, വൈ ലോങ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എക്സ് എന്നുള്ളതൊരു ലോവർ ഡാറ്റ ടൈപ്പാണ്, വൈ എന്നുള്ളത് ഒരു ഹയർ ഡാറ്റ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ലോവർ ഡാറ്റ ടൈപ്പിലുള്ള എക്സ് എന്നുള്ള വേരിയബിളിനെ ഹയർ ഡാറ്റ ടൈപ്പായ ലോങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യും. എക്സ് എന്നുള്ളത് ഇൻറ്റ് ഡാറ്റ ടൈപ്പിൽ നിന്ന് മാറി അത് ലോങ് ഡാറ്റ ടൈപ്പായി മാറുന്നു. അത് ആര് തന്നെ ചെയ്തോളും? കമ്പൈലർ തന്നെ ചെയ്തോളും. അതുകൊണ്ടാണ് അതിന് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയാൻ കാരണം എപ്പോഴും ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നടക്കുക ഒരു ലോവർ ഡാറ്റ ടൈപ്പിൽ നിന്നും ഒരു ഹയർ ഡാറ്റ ടൈപ്പിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ലോവർ ഡാറ്റ ടൈപ്പ് ഈസ് കൺവേർട്ടഡ് ടു ഹയർ ഡാറ്റ ടൈപ്പ്. ലോവർ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഷോർട്ട് ഇഞ്ച്, പിന്നെ ഇഞ്ച്, പിന്നെ അത് ഹയറായി മാറുകയാണ്. അൺസൈൻഡ് ഇഞ്ച്, ലോങ് ഇഞ്ച്, അൺസൈൻഡ് ലോങ് ഇഞ്ച്, ഫ്ലോട്ട്, ഡബിൾ, ലോങ് ഡബിൾ. ഇത്രയും ഈ രൂപത്തിലാണ് കൺവേർഷൻ്റെ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ. ഓക്കെ. നൗ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനിൽ യൂസർ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ടൈപ്പ് കൺവേർഷൻ നടത്തിയിരിക്കണം. അതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. അപ്പോൾ അത് ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലോട്ട് ഓൾവേസ് ടൈപ്പ് കൺവേർഷൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. പല സിറ്റുവേഷനിലും ഹയർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളിനെ ഒരുപക്ഷെ ലോവർ ഡാറ്റ ടൈപ്പിലോട്ടും കൺവേർട്ട് ചെയ്യേണ്ടി വരാം. അതുകൊണ്ടാണ് അതിനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. സോ ടൈപ്പ് കാസ്റ്റിംഗ് ഈസ് മേക്കിംഗ് എ വേരിയബിൾ ഓഫ് വൺ ടൈപ്പ് such as an int act like another type such as char. ഒരു ഇൻറ്റിജറിനെ ഒരുപക്ഷെ ക്യാർ ഡാറ്റ ടൈപ്പിലോട്ട് മാറ്റേണ്ടി വരും. ഒരു ക്യാർ ഡാറ്റ ടൈപ്പിനെ ഒരുപക്ഷെ ഇൻറ്റിലോട്ട് മാറ്റേണ്ടി വരും. ഒരു ഇൻറ്റിനെ ഫ്ലോട്ടിലേക്ക് മാറ്റേണ്ടി വരും. ഫ്ലോട്ടിനെ ഇൻറ്റിലോട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ഏത് ലോവറിൽ നിന്ന് ഹയറിൽ നിന്ന് ഉറപ്പിച്ച് പറയാനാവില്ല. അതുകൊണ്ട് അത് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഈ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഇത് ടർബോ C++ ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഗ്രാമുമായി കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിലെ ലോജിക്ക് മാത്രം ഒന്ന് നോക്കുക. ഫ്ലോട്ട് എ. So a is a floating variable. A is of data type float. X and y are integer. X ഉം y ഉം integer data type ആണ്. ഇനി CLR here means clear the screen ഒന്ന് clear ചെയ്യും. Enter the value of x and y. So enter the value of x and y. So I am inputting the value 5 and 2. എന്ന് വെച്ചാൽ 5 എന്നുള്ള വാല്യൂ എക്സിലോട്ടും 2 എന്നുള്ള വാല്യൂ വൈയിലോട്ടും എത്തിക്കഴിഞ്ഞു. അപ്പോൾ എക്സിൽ 5 എന്നും വൈയിൽ 2 എന്നുള്ള വാല്യൂ എത്തിക്കഴിഞ്ഞു. ഇനി എക്സ് ബൈ വൈ എന്നാണ് കാണേണ്ടത്. എക്സ് ബൈ വൈ എന്ന് കാണണം. അതായത് 5/2 കാണണം.
നോർമലി എക്സും വൈയും ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ എക്സ് ബൈ വൈ എന്നുള്ളത് നമുക്ക് 5/2 എന്ത് മാത്രമേ ആൻസർ കിട്ടൂ, 2 എന്ന് മാത്രമേ കിട്ടൂ. ബട്ട് ദാറ്റ് ഈസ് റോങ്. 2.5 എന്ന് നമുക്ക് വേണം. എക്സും വൈയും ഇൻറ്റിജർ ആയതുകൊണ്ട് 5/2 2 എന്ന ആൻസർ കിട്ടും. അതുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ട് യൂസർ എന്ത് ചെയ്തു, ഒരു ഫ്ലോട്ട് എന്ന് ഇവിടെ കൊടുത്തു. സോ എ ഈക്വൽ ടു ഇൻസൈഡ് ദ ബ്രാക്കറ്റ് ഫ്ലോട്ട് എക്സ് ബൈ വൈ. വാട്ട് ഇസ് ദ മീനിങ്? ഐ വാണ്ട് ദ ആൻസർ ഇൻ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്. എനിക്ക് ആൻസർ ഏത് ഡാറ്റ ടൈപ്പിൽ ആവശ്യമുണ്ട്? ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ. അപ്പോൾ 5/2 എന്ന് കാണുമ്പോൾ ആൻസർ ഏത് ഡാറ്റ ടൈപ്പിൽ തരും? 2.5 എന്നുള്ള വാല്യൂ തരും, അതായത് ഫ്ലോട്ടിംഗ് വാല്യൂ ആയിട്ട്. ആ 2.5 എ എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് എ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തത്, അതുകൊണ്ട് എയിലോട്ട് അത് അസൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ എ ഈക്വൽ ടു 2.5 ആൻസർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ദ വാല്യൂ ഓഫ് എ ഈസ് 2.5. അപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് യൂസറാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലോട്ട് ഇൻറ്റിനെ കൺവേർട്ട് ചെയ്തത്. So that is explicit type conversion or type casting. Okay. Now input data type and output. Sorry, input operator and output operator. ഏതൊക്കെയാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ? ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ, ഇത് ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്ററിന് ഒരു 2 പേരുകളുണ്ട്. ആ പേരുകൾ കൂടി ഒന്ന് ഓർത്ത് വെക്കണം, കാരണം എക്സാമിന് പലതവണ ചോദിച്ചത് ഈ പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഇൻപുട്ട് ഓപ്പറേറ്റർ ഈസ് കോൾഡ് എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. അതുപോലെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇൻസേർഷൻ അല്ലെങ്കിൽ പുട്ട് ടു എന്നുള്ള പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നിങ്ങൾ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ എ. ഇറ്റ് മീൻസ് നിങ്ങൾ കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ എ എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആയ കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ എ എന്നുള്ള വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. അതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ. ആൻഡ് വാട്ട് അബൌട്ട് സി ഔട്ട് സം? ഇവിടെ കൊടുത്തിരിക്കുന്ന സി ഔട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് സം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് അർത്ഥം? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയ മോണിറ്ററിലൂടെ സം എന്നുള്ള വേരിയബിളിലെ വാല്യൂ നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഓപ്പറേറ്റർ ഇൻപുട്ട് ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് എൻ ഇൻപുട്ട്. എവിടെ നിന്ന് എടുക്കണം? ഫ്രം ദ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്. ആൻഡ് ദ ഓപ്പറേറ്റർ ഔട്ട്പുട്ട് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട്. ഏതിലൂടെ ദി ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യണം? ത്രൂ ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്റർ. Okay, so this is input operator and output operator. അതിൻ്റെ പേരുകൾ ഒന്നും കൂടി ഓർത്ത് വെക്കുക. ഇൻപുട്ട് ഓപ്പറേറ്ററിൻ്റെ എക്സ്ട്രാക്ഷൻ ആൻഡ് ഗെറ്റ് ഫ്രം, അതുപോലെ ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൻ്റെ ഇൻസേർഷൻ ഓർ പുട്ട് ടു ഓപ്പറേറ്റർ. നൗ 2 more operators. ഏതൊക്കെയാണ്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു ആൻഡ് റിലേഷണൽ ഓപ്പറേറ്റർ ഡബിൾ ഈക്വൽ ടു. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആൻഡ് റിലേഷൻ ഓപ്പറേറ്റർ. അത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ചില വർഷങ്ങളിൽ ചോദിച്ചത് എ ഈക്വൽ ടു 10, എ ഡബിൾ ഈക്വൽ ടു 10. എന്താണ് വ്യത്യാസം? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ ആൻഡ് ഡബിൾ ഈക്വൽ? ഓർ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആൻഡ് റിലേഷൻ ഓപ്പറേറ്റർ? ഇങ്ങനെ പല രീതിയിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ആൻസർ ഒന്ന് തന്നെയാണ്. എന്താണ് റിലേഷണൽ ഓപ്പറേറ്റർ? ഞാൻ ആദ്യം റിലേഷൻ ഓപ്പറേറ്റർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. റിലേഷണൽ ഓപ്പറേറ്റർ നോക്കുക. എ ഈക്വൽ ടു 10. ഇതാണ് എ ഈക്വൽ ടു 10. ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിലേഷണൽ ഓപ്പറേറ്റർ ഡബിൾ ഈക്വൽ ആണ്. ഇറ്റ്സ് മീനിങ് ഇത് എന്താ റിട്ടേൺ ചെയ്യും? നമുക്കറിയാം റിലേഷണൽ ഓപ്പറേറ്റർ റിട്ടേൺസ് ആസ് എ ട്രൂ ഓർ ഫോൾസ്. അതായത് എ ഈക്വൽ ടു 10 എന്നുള്ള ഈ എക്സ്പ്രഷൻ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് റിലേഷണൽ ഓപ്പറേറ്ററായ ഡബിൾ ഈക്വൽ ആണ്. ഇതിൻ്റെ മീനിങ് ഇത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും എപ്പോൾ? എയുടെ വാല്യൂ 10 ആണെങ്കിൽ. ഇനി എ ഈക്വൽ ടു 10 എന്നുള്ള ഇതേ എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും എപ്പോൾ? എയുടെ വാല്യൂ 10 അല്ലാതെ മറ്റേത് വാല്യൂ ആണെങ്കിൽ. സപ്പോസ് എ ഈക്വൽ ടു 5, എ ഈക്വൽ ടു 5 ആണെങ്കിൽ എ ഡബിൾ ഈക്വൽ ടു 10 എന്ന് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഫോൾസ് എന്നായിരിക്കും. സോ ദാറ്റ് ഈസ് റിലേഷണൽ ഓപ്പറേറ്റർ. ആൻഡ് വാട്ട് അബൌട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ?
എന്താണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ? എ സിംഗിൾ ഈക്വൽ ടു 10, സിംഗിൾ ഈക്വൽ ടു അസൈൻമെൻ്റ് ആണ്. എ സിംഗിൾ ഈക്വൽ ടു 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ the value 10 is assigned to the variable a. The value 10 is assigned to the variable a. എയുടെ 10 എന്നുള്ള വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൽ ഒരു ഈക്വൽ ടുവും റിലേഷണൽ ഓപ്പറേറ്ററിൽ 2 ഈക്വൽ ടുവും ഉപയോഗിക്കുന്നു. ഇനി എ ഈക്വൽ ടു 10 മീൻസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ 10 എന്നുള്ള വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്യും. എ ഡബിൾ ഈക്വൽ ടു 10 എന്നാണെങ്കിൽ റിട്ടേൺസ് ട്രൂ ഇഫ് ദ വാല്യൂ ഓഫ് എ ഈസ് ട്രൂ ആൻഡ് റിട്ടേൺസ് ഫോൾസ് ഇഫ് ദ വാല്യൂ ഓഫ് എ ഈസ് നോട്ട് 10. ഓക്കെ, ഇനി നമ്മൾ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സിൽ കിടക്കുകയാണ്. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് 2 പ്ലസ് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ, 2 മൈനസ് ഒരുമിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഇൻക്രീസസ് ദ വാല്യൂ by 1 ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഡിക്രീസസ് ദ വാല്യൂ by 1. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ സപ്പോസ് എ ഈക്വൽ ടു 10, എ പ്ലസ് പ്ലസ് മീൻസ് ദ വാല്യൂ ഓഫ് എ ബിക്കംസ് 11, 1 ആഡ് ചെയ്യപ്പെടും. എ മൈനസ് മൈനസ് മീൻസ് എയുടെ വാല്യൂ എന്തായി മാറും? 9 ആയി മാറും, 1 ഡിക്രീസ് ചെയ്യപ്പെടും. എയുടെ വാല്യൂ 10 ആണെങ്കിൽ എ പ്ലസ് പ്ലസ് 11, എ മൈനസ് മൈനസ് 9. ഓക്കെ, നൗ 2 തരത്തിലുള്ള ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പ്രിഫിക്സ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, അതുപോലെ പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. പ്രിഫിക്സ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഓപ്പറാൻഡിന് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നു. പോസ്റ്റ് ഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഓപ്പറാൻഡിന് ശേഷം നമ്മൾ എഴുതുന്നു. ഇനി അതുമാത്രമല്ല വ്യത്യാസം. എന്താണ് അതിലെ ആക്ച്വൽ വ്യത്യാസം നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു പ്ലസ് പ്ലസ് ബി, എയിലോട്ട് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ അസൈൻ ചെയ്യണം. സപ്പോസ് ബിയുടെ വാല്യൂ 10 ആണെന്ന് നമ്മൾ അസൈൻ ചെയ്യുക. ബിയുടെ വാല്യൂ 10 ആണെങ്കിൽ അസ്യൂം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു പ്ലസ് പ്ലസ് ബി എന്താണ് മീനിങ്? പ്രിഫിക്സ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ചേഞ്ച് ദെൻ യൂസ്, ആദ്യം ബിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുക. അതായത് ബിയുടെ വാല്യൂ എന്തായി മാറും? 11 എന്നായി മാറും. 11 എന്നായി മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ഉപയോഗിക്കുക, ഈ എക്സ്പ്രഷനിൽ ഉപയോഗിക്കുക. അതായത് ബിയുടെ വാല്യൂ 11 ആയി കഴിഞ്ഞു, ആ 11 എന്നുള്ള വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്യുന്നു. അപ്പോൾ എയുടെ വാല്യൂ എന്തായി മാറും? 11 എന്നായി മാറും. ഇതാണ് പ്രിഫിക്സ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത. ചേഞ്ച്, ഫസ്റ്റ് യു ചേഞ്ച് then you use that value. Any what about postfix increment and decrement operator? Use then change. First you use the value then change. ഇതേ എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കാം. a ഈക്വൽ ടു ബി പ്ലസ് പ്ലസ്, ബിയുടെ വാല്യൂ 10 എന്ന് തന്നെ അസ്യൂം ചെയ്യുക. ബിയുടെ വാല്യൂ 10 ആണെങ്കിൽ ഫസ്റ്റ് യു യൂസ്, ആദ്യം ബിയുടെ വാല്യൂ യൂസ് ചെയ്യുക. ഈ എക്സ്പ്രഷനിൽ ബിയുടെ വാല്യൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 10 എന്നുള്ള വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? 10 എന്നാണ്. ഇനി ഈ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ബിയുടെ വാല്യൂ എന്തായിട്ടുണ്ടാവും? 11 എന്നായിട്ടുണ്ടാവും. കാരണം പിന്നീട് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് യൂസ് ചെയ്യുക, ബിയുടെ വാല്യൂ യൂസ് ചെയ്തു, 10 എന്നുള്ള വാല്യൂ യൂസ് ചെയ്തു, അത് എയിലോട്ട് അസൈൻ ചെയ്തു. ദെൻ ഇറ്റ്സ് എ വാല്യൂ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1, ബിയുടെ വാല്യൂ 11 എന്നായി മാറിയിട്ടുണ്ടാവും. സോ പ്രിഫിക്സ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓപ്പറേറ്റേഴ്സാണ് നമ്മളിവിടെ C++ലെ പ്രധാന ഓപ്പറേറ്റേഴ്സാണ് നമ്മളിവിടെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. എല്ലാവരും ഈ എക്സാമിന് ചോദിക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട പോർഷൻസ് ഒന്നുകൂടി ഈ വീഡിയോ ശ്രദ്ധിച്ച് ഇതിലെ എക്സാമിന് വരുന്ന ഭാഗങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.